ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പ് റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, എന്താണ് കോപ്പ് റീഅറേഞ്ച്മെന്റ്? 1,5 ഡൈഇൻ ആയിട്ട് റീഅറേഞ്ച്മെന്റ് അവർ തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കോപ്പ് റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. അപ്പൊ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, ഓക്കെ, ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, അത് റീറ്റെയിൻ ചെയ്യും. ആ ഒരു പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, നമുക്ക് ഓരോ കേസ് ആയിട്ട് നോക്കാം. കോപ്പ് റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് നോക്കുക. അതൊരു 1,5 ഡൈഇൻ സിസ്റ്റം ആയിരിക്കും. They give 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ഓൺ തെർമൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോ ഇത് എന്റെ ഒരു 1,5 ഡൈഇൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വെഡ്ജിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു മീഥൈൽ ഗ്രൂപ്പ് വെഡ്ജിൽ തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ അലൈൽ കാർബൺ നമ്പർ കൊടുത്തു 1, 2, 3 അല്ലെ, 1, 2, 3. ഓക്കെ, അപ്പൊ ഇവിടെ 1, 1 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ദെൻ നമ്മുടെ 1, 2 ഡബിൾ ബോണ്ട് വരും. 3, 3 ന്യൂ ബോണ്ട് ഫോം ചെയ്യും. ദെൻ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റില് ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. നമുക്കറിയേണ്ടത് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷനിങ് ആണ്. അതായത് അപ്പിലാണോ അതോ ഔട്ട്വേർഡിലോട്ടാണോ ഇൻവേർഡിലോട്ടാണോ, ഏത് പൊസിഷനിലാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾക്ക് ഈ ഒരു ഫോമിലല്ല, നമ്മൾ കുറച്ചും കൂടെ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി പറയാൻ എളുപ്പത്തിന് നമ്മൾ ഇവരെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൈക്ലോഹെക്സേന്റെ പല കൺഫോർമേഷൻസിൽ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇതിലോട്ട് നമ്മൾ ഇവരെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ ഒരു കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ അല്ലേ, നമ്മൾ നമ്പറിംഗ് കൊടുത്തു 1, ദെൻ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ അഗെയിൻ 1, 2, 3. ദെൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ വെഡ്ജിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നവരെ നമ്മൾ അപ്പ് പൊസിഷനിലാണ് ഇടുക. വെഡ്ജിലുള്ളവരെ അപ്പ് പൊസിഷനിലായിരിക്കും ഇടുക. ദെൻ ഡാഷിലാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്കിൽ നമ്മൾ അവരെ ഡൗൺ പൊസിഷനിൽ ഡി എന്ന് ഓർത്താൽ മതി. ഡാഷ് ആണെങ്കിൽ ഡൗണ്, വെഡ്ജ് ആണെങ്കിൽ അപ്പ്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾക്കിനി ഇവിടെ എന്തിലാ കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് വെഡ്ജിലാണ് കൊടുത്തിരിക്കുന്നത് മീഥൈൽ. രണ്ടും വെഡ്ജ് ആണ്. സോ വെഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ടും അപ്പ് പൊസിഷൻ, ആക്സിയൽ പൊസിഷൻ അല്ലെ. ഇവിടെയും അപ്പ് പൊസിഷൻ, ആക്സിയൽ ഇക്വറ്റോറിയൽ ആ ഒരു പൊസിഷനിങ്ങില് അപ്പ് പൊസിഷനിലാണ് ഇതല്ലേ. നമ്മള് മീഥൈല് ഇങ്ങനെ രണ്ടും അപ്പ് പൊസിഷനിൽ കൊടുത്തു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിലോട്ട് നമ്മളിവിടെ ഇവരെ വരച്ചു. ദെൻ ഇവിടെ വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യിക്കുകയാണ്. രണ്ടും ആക്സിയൽ പൊസിഷനിൽ, ഇത് ഒരാൾ ആക്സിയൽ ഒരാൾ ഇക്വറ്റോറിയൽ. നമ്മൾ അങ്ങനെ പറയുന്നില്ല, രണ്ടിനെയും അപ്പ് പൊസിഷനിലാണ് ഇരിക്കുക, അങ്ങനെ ഓർത്താൽ മതി. നമുക്കറിയാവുന്നതാണല്ലോ ആക്സിയലും ഇക്വറ്റോറിയലും ഒക്കെ. ദെൻ ഇവിടെ നമ്മൾ 1, 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു അല്ലെ. ദെൻ ഇവിടെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഡബിൾ ബോണ്ട് ന്യൂ ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു. ഇങ്ങനെ. ഓക്കെ, നമ്മുടെ ഇത് ഓപ്പൺ, ഇത് പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 3, 3 പുതിയ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ ഡബിൾ ബോണ്ടായി. ഓക്കെ, രണ്ടുപേരും അപ്പ് പൊസിഷനിലാണ്. എവിടെ? മീഥൈല്. ഇതും അപ്പ് പൊസിഷനില് മീഥൈല്. ഇവിടെ അപ്പൊ എന്തുണ്ട്? ഡൗണില് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഡൗണില് ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇത് കിട്ടിയില്ലേ? ദെൻ നിങ്ങൾ നോക്കുക, ഇവിടെ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഇതിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇതൊരു ട്രാൻസ് കൺഫർമേഷനിലാണ് അല്ലെ. ഇതിന്റെ നമ്മൾ ഡബിൾ ബോണ്ടിന്റെ കൺഫർമേഷൻ നോക്കുക. ഇത് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിലെ ഡബിൾ ബോണ്ട് എന്താ? സിസ് പൊസിഷൻ ആണ്. സിസ് പൊസിഷൻ അല്ലെ, ഈ ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് സിസ് പൊസിഷനിലാണ്. സിസ് പൊസിഷൻ, അതായത് രണ്ട് ബൾക്കി ഗ്രൂപ്പ് ഒരേ സൈഡില്. ഈ ഒരു കേസിലെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നതോ ട്രാൻസിലാണ് അല്ലെ, രണ്ട് ബൾക്കി ഗ്രൂപ്പും ഓപ്പോസിറ്റിലാണ്. അപ്പോ ഈ ഒരു കേസില് സിസ് പൊസിഷനിലും ഈ ഒരു കേസിൽ ഡബിൾ ബോണ്ട് ട്രാൻസ് പൊസിഷനിലും ആക്കിയിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് വരയ്ക്കാനായിട്ട്.
ഓക്കെ, അതാണ് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6 ഓക്കെ. ദെൻ ഫസ്റ്റ് പൊസിഷനിലെ ഡബിൾ ബോണ്ട് ഇവിടെയുണ്ട്. ഈ ഡബിൾ ബോണ്ട് എന്താണെന്നാ പറഞ്ഞ ഫസ്റ്റ് പൊസിഷനിലെ ഡബിൾ ബോണ്ട് ഇതാണ് ഫസ്റ്റ് പൊസിഷനിലെ ഡബിൾ ബോണ്ട് എന്താണ്? അത് സിസ് ആയിട്ട് വരയ്ക്കാം. ഇപ്പൊ നമ്മുടെ മീഥയിൽ ഈ താഴോട്ട് വരച്ചാലല്ലേ അത് സിസ് ആവുള്ളൂ. അതായത് ഇപ്പൊ ബൾക്കി ഗ്രൂപ്പ് രണ്ടും സെയിം സൈഡിലാണ്. അപ്പൊ ഇതെങ്ങനെ വരയ്ക്കും? ഇവിടെ മീഥയിൽ വരയ്ക്കും. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ഉള്ള ഈ ഒരു ഡബിൾ ബോണ്ടില് ഈ ഡബിൾ ബോണ്ട് ട്രാൻസ് അല്ലേ, അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് വരാൻ. ഓക്കെ ആയില്ലേ? ഇത് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി ഡബിൾ ബോണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പൊസിഷൻ ഇത് ഒരു സിസ് ആണ്, ഇവിടെ ഇതൊരു ട്രാൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സിസിൽ വരച്ചു, ഇത് ട്രാൻസിലും വരച്ചു. ഓക്കെ, ഇത് നമുക്ക് വേറെ, അതായത് രണ്ടും വെഡ്ജിലാണ് ഞാൻ വരച്ചപ്പോൾ. ഇനി രണ്ടും ഡാഷിലാണ് വരയ്ക്കുന്നതെങ്കിലോ എങ്ങനെ വരും നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രക്ചറിലോട്ട് ഇവരെ വരയ്ക്കുക. ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഡാഷ് എന്ന് പറയുമ്പോ നമ്മൾ എന്താ ഡൗണിലോട്ടാണ് കൊടുക്കേണ്ടത്. ഡൗൺ ഡൗൺ. ഓക്കെ അല്ലേ? ഡൗൺ പൊസിഷനിൽ മീഥൈൽ, ഇവിടെയും താഴോട്ടുള്ള പൊസിഷനിൽ മീഥൈൽ. ഓക്കെ, ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? ഓക്കെ, ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് രണ്ടും ഇവിടെ മീഥൈല്, ഇവിടെ മീഥൈൽ താഴേക്ക്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, അത് ഓർത്തോളുക. നമ്മൾ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കിയാൽ മതി. ഈ ഒരു കേസിലെ ഫസ്റ്റ് കാർബൺ എന്താ? ട്രാൻസ് കോൺഫിഗറേഷൻ ആണ് അല്ലെ? ഇവിടുത്തെ ഡബിൾ ബോണ്ട് ട്രാൻസ് ആണ്. നേരത്തെ കേസില് അത് സിസ് ആയിരുന്നു. ഈ ഒരു കേസിൽ എന്താ ഇത് സിസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോ ഫസ്റ്റ് പൊസിഷനിലേത് ട്രാൻസ് ആയി, സെക്കൻഡ് പൊസിഷനിലേത് സിസ് ആയി. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും? 1 2 3 4 5 6 ഓക്കെ. ഫസ്റ്റ് പൊസിഷനിലെ ഡബിൾ ബോണ്ട് ട്രാൻസ് ആയിട്ട് വരയ്ക്കുക. അപ്പൊ മീഥൈൽ അപ്പിൽ വന്നു. ഓക്കെ, സെക്കൻഡ് പൊസിഷനിലേത് സിസ് ആയിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോ ഇവിടെയും എന്താ മീഥൈൽ മുകളിൽ തന്നെയാണ് വരിക. എന്നാലല്ലേ സിസ്, സോറി, ഇങ്ങനെ വരച്ചാൽ ഇത് ട്രാൻസ് ആയി പോകും. നമുക്ക് വേണ്ടത് സിസ് കൺഫർമേഷൻ ആണ്. സോ ഇങ്ങനെ ടോപ്പിലായിട്ട് തന്നെ മീഥൈൽ വന്നു. ഓക്കെ, അപ്പൊ ഇത് സിസ് ആണ്, ഇത് സിസ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ട്രാൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരിക. ഇനി ടോട്ടൽ 4 സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന കേസിൽ നമ്മള് ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ ഒരു മീഥൈൽ, ഇവിടെ ഒരു മീഥൈൽ, ഇവിടെ രണ്ടിടത്തും ഡബിൾ ബോണ്ട്, ഇവിടെ ഡാഷിൽ ഒരു മീഥൈൽ, വെഡ്ജിൽ ഒരു OH. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ നമ്മള് ഫസ്റ്റ് നമ്പർ ചെയ്യുന്നു. നമ്മുടെ അലയൽ കാർബൺ 1 2 3. ഓക്കെ, 1 2 3. ഇവിടെ വെച്ചാണ് ബ്രേക്കിംഗ് നടക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ ഇത് ഏത് കൺഫർമേഷൻ? ഡബിൾ ബോണ്ട് ട്രാൻസ് ആണ്. ഓക്കെ, അത് ഓർത്തോളുക, ട്രാൻസ് ആണ്. ദെൻ ഇവിടെ എന്തായി ഡബിൾ ബോണ്ട്? ഇവിടെ നമ്മുടെ ഡബിൾ ബോണ്ട് ട്രാൻസിലാണ്. ഓക്കെ, ട്രാൻസിലാണ്. ഇവിടെ എക്സ്ട്രാ 2 ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ടല്ലേ?
ഈ രണ്ട് ഗ്രൂപ്പ്സ് എങ്ങനെയാണ്? ഈ രണ്ട് മീഥൈൽ ഗ്രൂപ്പും ഈ മീഥൈൽ ഗ്രൂപ്പുകൾ രണ്ടും സിസിലാണ് അല്ലെ? രണ്ടുപേരും പുറത്തോട്ടാണ്. അപ്പൊ രണ്ടുപേരും ഔട്ട്വേർഡിലോട്ടാണെങ്കിൽ സിസ്, ഒരാൾ ഔട്ട്വേർഡ് ഒരാൾ ഇൻവേർഡ് ആണെങ്കിൽ ട്രാൻസ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ രണ്ടുപേരും ഔട്ട്വേർഡിലോട്ടാണ്. അപ്പൊ രണ്ടുപേരും എന്താണ്? സിസിലാണ്. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ വരുമ്പോൾ ആ രണ്ടുപേരും എന്തായിരിക്കണം? സിസിലായിരിക്കണം. ഓക്കെ, മീഥൈൽ രണ്ടും സിസിലായിരിക്കണം. ദെൻ മറ്റു രണ്ട് ഗ്രൂപ്പുകാരെ നോക്കിക്കേ, ഒരാൾ വെഡ്ജും ഒരാൾ ഡാഷും. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ നമ്മുടെ ചെയർ ഫോമിലോട്ട് പോവാണ്. ചെയർ ഫോം വരയ്ക്കുമ്പോ ഓക്കെ, നമ്മൾ ഡാഷിലാണെങ്കിൽ ഡൗൺ എന്നല്ലേ പറഞ്ഞത്? ഡാഷിലാണെങ്കിൽ ഡൗൺ, അപ്പൊ മീഥൈല് ഡൗണില്. വെഡ്ജിലാണെങ്കിൽ അപ്പ്, OH വെഡ്ജിലാണ്, അപ്പൊ ഇത് മുകളിലോട്ട്, OH. ഓക്കെ, നമ്മുടെ മീഥൈല് രണ്ടും സിസ് ആണ്, സിസ് ആക്കി വരച്ചു. രണ്ടിടത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഇത്രയല്ലേ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ നോക്കുമ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റിയാക്ടൻസ് എന്ന് പറയുന്നത് KH ആണ്. KH, then THF അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഹൈഡ്രജൻ അവിടെ എന്തായിട്ട് മാറും? O- ആയിട്ട് മാറും. ഈ റിയാക്ടൻസ് വന്ന് അവിടുത്തെ നമ്മള് എന്താണ് നമുക്ക് തന്നിട്ടുള്ള ആ KH 18 C, THF അറ്റ് റൂം ടെമ്പറേച്ചർ, ആ ഒരു കേസിൽ നമ്മുടെ OH എന്തായിട്ട് മാറുന്നു? O- ആയിട്ട് മാറുന്നു. അത് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ഇവിടെ നടക്കുന്നത്, ഇവിടെ ബ്രേക്കിംഗ് നടന്നു, 1 ബ്രേക്കിംഗ് നടന്നു. ദെൻ ഇവിടെ ഇങ്ങനെ പുതിയ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിൽ നമ്മൾ ഇനി ഈ മീഥൈല് ഈ ഒരു പൊസിഷനിലെ മീഥൈല് അപ്പിലായിട്ടല്ലേ കിടക്കുന്നത്? അപ്പൊ അപ്പ് പൊസിഷനിൽ ഇനി ഇവരെ വെഡ്ജിലെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇനി പുതിയ ബോണ്ട് ഫോം ചെയ്യുവാണ്. ഈ 3-3 പൊസിഷനിൽ ഇനി പുതിയ ബോണ്ട് ഫോം ചെയ്യുവാണ്. അപ്പൊ നമുക്കിവരെ താഴോട്ട് മേലോട്ട് അങ്ങനെ വരയ്ക്കാൻ പറ്റുകയില്ല. വെഡ്ജിലും ഡാഷിലും ഇനി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ അപ്പിൽ കിടക്കുന്ന മീഥൈല് വെഡ്ജ് ആയിട്ട് വരയ്ക്കും. ഇവിടെ ഡൗണിൽ കിടക്കുന്ന മീഥൈല് എന്തായിട്ട് വരയ്ക്കും? ഡാഷ് ആയിട്ടും വരയ്ക്കും. ഓക്കെ, അപ്പിൽ കിടക്കുന്ന മീഥൈൽ വെഡ്ജ് ആയിട്ടും ഡൗണിൽ കിടക്കുന്ന മീഥൈലിനെ ഡാഷ് ആയിട്ടും വരയ്ക്കും. ഇവര് രണ്ടുപേരും, ഇയാള് താഴേക്കും ഇയാള് മേളിലേക്കും വരയ്ക്കും. അപ്പൊ നമ്മൾ ഫൈനൽ വരയ്ക്കുമ്പോ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ ഇങ്ങനെ ആയിട്ട് മാറും. ആഫ്റ്റർ 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്, പ്രൊഡക്റ്റ് ഇവിടെ രണ്ടിടത്തും ഡബിൾ ബോണ്ട് ആയി. ഒരു മീഥൈൽ താഴേക്ക് തന്നെ, O- അപ്പില്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു ഡൗണിലോട്ട് കടന്ന മീഥൈല് ഡാഷിൽ വരച്ചു മീഥൈൽ. ദെൻ അപ്പിലോട്ട് കടന്ന മീഥൈൽ വെഡ്ജിൽ വരച്ചു മീഥൈൽ. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ദെൻ ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് കൺഫർമേഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇത്രയും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവുമല്ല, നമ്മുടെ O- ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ ബോണ്ട് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ മൈനസ് വരും, അത് ഹൈഡ്രജൻ, നമ്മുടെ KHലെ ഹൈഡ്രജൻ വന്ന് ഇവിടെ ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇവിടെ ഇനി എന്തായിരിക്കും ഒരു ചേഞ്ച് വരിക? ഇവിടെ ഡബിൾ ബോണ്ട് O വരുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ഡബിൾ ബോണ്ട് O ആയി, ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി. ദെൻ എഗെയിൻ നിങ്ങൾ നോക്കുക, ഇത് ഏത് കൺഫർമേഷൻ ആണ്? ഓക്കെ, നോക്കാം. നമ്മുടെ ഡബിൾ ബോണ്ട് ഇവിടെ ട്രാൻസ് കൺഫർമേഷനിലാണ്. ഓക്കെ, ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, മീഥൈൽ ഗ്രൂപ്പിനെ ശ്രദ്ധിക്കണം എന്ന്. മീഥൈൽ ഗ്രൂപ്പ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിട്ടാ കിടന്നത്? സിസ് ആയിട്ടാ കിടന്നത് അല്ലെ? ഇനി നമ്മൾ ഡബിൾ ബോണ്ടിനെ കുറിച്ച് വറീഡ് ആവണ്ട, കാരണം ഡബിൾ ബോണ്ട് ഏതായിരുന്നു? ട്രാൻസിൽ തന്നെ ആയിരുന്നു. ഇവിടെ നമുക്ക് ട്രാൻസിൽ തന്നെയാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ്, ക്വസ്റ്റ്യനിലെ മീഥൈൽ ഗ്രൂപ്പ് സിസ് പൊസിഷനിലായിരുന്നു. ഇവിടെ ഇത് ട്രാൻസ് പൊസിഷനിലാണ്. അപ്പൊ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ മെയിൻറ്റെയിൻ ചെയ്തോ? ഇല്ല.
അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയും എക്സിസ്റ്റ് ചെയ്യില്ല. ഇവരെന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യും. ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് കാണുമല്ലോ, നമുക്ക് അതിൻ്റെ അകത്ത് പിക്ക് ചെയ്യാം എളുപ്പത്തിൽ. ഇത്ര കേട്ടാൽ മതി. മീഥൈൽ ഗ്രൂപ്പിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണം അവിടെ. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ട്രാൻസ് ആയിട്ടാണ് കിടക്കുന്നത്, നമുക്ക് അതിനെ സിസ് ആക്കണം. അതിനെന്ത് ചെയ്യുന്നു? ഈ ഒരു ഗ്രൂപ്പ് ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഫൈനൽ വരുമ്പോൾ ഇങ്ങനെ 6 കാർബണില് ഇവിടെ ഒരു സി ഡബിൾ ബോണ്ട് ഓ ഉണ്ടായിരുന്നു, സി ഡബിൾ ബോണ്ട് ഓ എച്ച് ഉണ്ട്. ദെൻ ഇവിടെ ഒരു മീഥൈൽ ഉണ്ട്, ഇവിടെ ഒരു മീഥൈൽ ഉണ്ട്. ഇവര് രണ്ടുപേരും എന്താകും? അത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരേ സ്റ്റീരിയോ കെമിസ്ട്രിയിലാകും. ഓക്കെ. ദെൻ നമ്മുടെ ഡബിൾ ബോണ്ട് എന്തിലാണ്? ട്രാൻസ്പോസിഷനിലുമാണ്. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തരാം. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. രണ്ടും ഒരേ കൺഫർമേഷൻ. വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും സെയിം കൺഫർമേഷനിലാണ്. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡബിൾ ബോണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ മീഥൈലിനെ ഇങ്ങനെ തരാം. ഓക്കെ, പക്ഷെ അതും തെറ്റാണ്. കാരണം ഈ ഡബിൾ ബോണ്ടിന്റെ കൺഫർമേഷൻ അവിടെ മാറി അല്ലെ. അപ്പോ അത് ട്രാൻസ് ആയിട്ട് തന്നെ വരികയും വേണം. ഓക്കെ, അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി അത്ര വലിയ പാടില്ല, നമ്മൾ ഓർത്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ദെൻ നമ്മുടെ ആ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ദെൻ നിങ്ങൾക്ക് ആ മീഥൈലിന്റെ OHന്റെയും കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. ഇപ്പുറത്ത് കിടക്കുന്ന, അതായത് വെഡ്ജിലും ഡാഷിലും കിടക്കുന്നതിന് നമ്മൾ ചെയർ ഫോമിൽ തന്നെ വരച്ചു നോക്കിയാലേ അവരുടെ അപ്പിലാണോ ഡൗണിലാണോ എന്ന് നമുക്ക് കറക്റ്റ് അവരെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഒരു എക്സ്ട്രാ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. നോക്കോളൂ, നമ്മൾ ഇത്ര നേരം പഠിച്ചത് 3,3 സിഗ്മാട്രോപിക് ആണ്. ഇനി നമ്മൾ 2,3 സിഗ്മാട്രോപിക് നോക്കുക. ഇത് നമ്മുടെ അലൈൽ കാർബണ്, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആർ ഡാഷ്. ദെൻ ഈ 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന്റെ രണ്ട് നെസസറി കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോ ആറ്റം വിത്ത് പോസിറ്റീവ് ചാർജ്. ഇതാണ് നമ്മുടെ ഹെട്രോ ആറ്റം, അതായത് കാർബൺ അല്ലാത്ത മറ്റെന്തെങ്കിലും, അതായത് എന്താണ് സൾഫർ അല്ലെങ്കിൽ ഓക്സിജന്, അതുപോലെ ഒരു ഹെട്രോ ആറ്റം കൂടെ മസ്റ്റ് ആയിരിക്കണം. ആ ഹെട്രോ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ഗ്രൂപ്പും മസ്റ്റ് ആയിരിക്കണം. എങ്കിലേ ഇവർ 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് തരുവുള്ളൂ. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? ഒന്ന്, ഒരു ഹെട്രോ ആറ്റം വിത്ത് പോസിറ്റീവ് ചാർജ്. ദെൻ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് തരാൻ പറ്റുള്ളൂ? 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുകയുള്ളൂ. ഇനി ഇവിടെ എങ്ങനെയാണ് റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ചാല്, ഇവിടെ നമ്മൾ നമ്പറിങ് കൊടുക്കുവാണ്. ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, നമ്മുടെ അലൈൽ കാർബൺ എന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കാർബൺ, ഫസ്റ്റ് പൊസിഷൻ 1, ദെൻ ഇത് 2, ഇത് 3. ഓക്കെ, ഇവിടെ ആരാണ് വന്ന് ബൈൻഡ് ചെയ്യുക എന്ന് നോക്കാം. നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു, ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് പൊസിഷൻ. ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ട് കേട്ടോ, ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ട്. ഇത് 1, ഇത് 2, വൈക്ക് 2 ആണ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്യുമല്ലോ. ഒന്ന് ഞാൻ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ്. ദെൻ ഈ ഇവിടെ കണക്ട് ചെയ്ത ഒരു ഹെട്രോ ആറ്റം ഉണ്ട്, ഇതൊരു Y മൈനസ്. ഓക്കെ, നമ്മൾ നമ്പർ ചെയ്തു 1, 2, 3. തൊട്ട് താഴെയുള്ളതിന് 1, 2. ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട്
ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഈ എക്സിന് കൊടുത്തു. അപ്പൊ എക്സ് എന്തായിട്ട് മാറി? എക്സ് പ്ലസ് എന്തായിട്ട് മാറി? എക്സ് ആയിട്ട് മാറും അല്ലെ? ഇലക്ട്രോൺ വരുമ്പോൾ അത് മൈനസ് അല്ലേ? അപ്പൊ മൈനസും പ്ലസും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നില്ലേ തേർഡ് കാർബണിൽ? അതിനെ ന്യൂട്രലൈസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ വൈയിലെ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഏത് ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്തത്? 2ഉം 3യും തമ്മിലല്ലേ കണക്ഷൻ വന്നത്? സോ ഇതൊരു 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? അതായത് ഇനി ഇവിടെയാണ് 1ലും 2ലുമാണ് ഡബിൾ ബോണ്ട്. ദെൻ ഈ 3യും 2ഉം തമ്മിൽ കണക്ട് ചെയ്തു. വൈഡ് അവിടെ ആരുണ്ട്? ഒരു എക്സും ഉണ്ട്. ഓക്കെ, 3യും 2ഉം തമ്മിലാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഈ രണ്ട് കാർബൺ, ഈ 1 എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് കാണിക്കാം. ഇതൊരു ജനറൽ കേസ്, ജനറൽ ഫോം ആണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫീനയില് സൾഫറിന് പോസിറ്റീവ് ചാർജ് O- ഉണ്ട്. ഈ സൾഫർ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു അലൈൽ ഗ്രൂപ്പിലോട്ടാണ്. ഓക്കെ, നമ്പർ ചെയ്യാം. അലൈൽ കാർബൺ സിംഗിൾ ബോണ്ട് 1, 2, 3. ദെൻ ഇവര് 1, ഇത് 2. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഹെട്രോ ആറ്റവും ഉണ്ട്. കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണല്ലോ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇത് ഇവർക്ക് കൊടുത്തു. ദെൻ അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇവിടെ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോ എങ്ങനെ വരും പ്രൊഡക്റ്റ്? ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയി, ന്യൂ ബോണ്ട് ഫോം ചെയ്തത് ആര് തമ്മിലാണ്? 2ഉം 3യും തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്തു. ഡബിൾ ബോണ്ട് ഇവിടെ വന്നു. ഇനി എസിന് ആ പ്ലസ് ഇല്ല, കാരണം അവർക്ക് ഇലക്ട്രോൺസ് കിട്ടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്സിജനുമായിട്ടല്ലേ ഈ കാർബൺ ബോണ്ട് ഫോം ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാം. ഇവിടെ ഓക്സിജൻ, ഇവിടെ സൾഫർ, ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആരാണ് ലിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ വേണ്ടത്. അതായത് ഇത് 1, 3 ആയി, 1 ആണ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ആ ലോൺ പെയർ ഉള്ളവർ മാത്രമാണ് ആ അലയിൽ കാർബണിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇതിന് വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഒരു കേസ് കൂടെ നോക്കാം. എപ്പോഴും നൈട്രജൻ O-, നൈട്രജന് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോ നമ്പർ ചെയ്യുമ്പോൾ ഇത് 1, ഇത് 2, 1, 2, 3. ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇലക്ട്രോൺസ് നൈട്രജന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ വരും? നൈട്രജന് 2 R ഗ്രൂപ്പ്, നൈട്രജനിൽ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ 3യുമായിട്ട് കണക്ട് ചെയ്തു. ദെൻ ഇവിടെ ഡബിൾ ബോണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് 2,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. സിമ്പിൾ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സ്റ്റീരിയോ കെമിസ്ട്രി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ സൾഫറിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഇത് സൾഫർ ആണ് കേട്ടോ. ഇത് PH, ഫീനൽ ഗ്രൂപ്പ്. ഇത് മീതയില് ഡബിൾ ബോണ്ട്, ഇത് ഡാഷിലാണ്, സോറി വെഡ്ജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ടൻസ്, അതായത് ഇവരെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡൈ ഈഥയിൽ സിങ്ക്, ഓക്കെ, ആൻഡ് CH2I2, ET2Zn or CH2I2. ഇതെന്ന് പറയുന്നത് ഒരു സൈമൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു നെയിം റിയാക്ഷൻസിന്റെ റിയാക്ടൻസുകളാണ്. ഓക്കെ, അവരിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ET2Zn ആൻഡ് CH2I2. അപ്പോ ഇതൊരു സൈമൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു എന്താണ് നെയിംഡ് റിയാക്ഷനിലെ ഒരു കേസ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് കാർബീനെയാണ് ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുക. ആ നെയിം റിയാക്ഷൻസിൽ
നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് കാർബീൻ ആണ്. ഈ കാർബീൻ എന്ന് പറയുമ്പോൾ അവരൊരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഈ കാർബീൻ വന്ന് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ട് പൈ ബോണ്ട് കിടപ്പുണ്ട്, ദെൻ സിഗ്മ ബോണ്ട്സുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്, ദെൻ ലോൺ പെയേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആരിൽ വന്നാണ് ഈ കാർബീൻ അറ്റാക്ക് ചെയ്യുക? അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ. ഈ 3 പേരിൽ സിഗ്മ ബോണ്ട് ഇലക്ട്രോൺസിനാണോ, പൈ ബോണ്ട് ഇലക്ട്രോൺസിനാണോ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനാണോ, ഇതിൽ ആർക്കാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ കൂടുതൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ പവർ ഉള്ളവരായിരിക്കും എന്താ കാർബീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ഈ കേസിൽ അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുമ്പോൾ ലോൺ പെയേഴ്സ് ആയിരിക്കും മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, ദെൻ സെക്കൻഡ് പൈ ഇലക്ട്രോൺസിനാണ്, ദെൻ ലാസ്റ്റ് ആണ് സിഗ്മ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ സൾഫർ ആണ് അവരുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബീന് ഡൊണേറ്റ് ചെയ്തിട്ട് കാർബീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ആ നെയിം റിയാക്ഷനിലെ ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാർബീൻ. ആ കാർബീൻ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതിനൊരു ഇലക്ട്രോൺ റിച്ച് പൊസിഷൻ വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി സൾഫറിലേക്ക്, സൾഫർ ആരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും? അവരുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബീന് കൊടുത്ത് അവര് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഈ ഇതിൽ ഒരു ചേഞ്ച് വരുന്നതിന് ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇനി ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇത് കാർബീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു, കാർബീന് നെഗറ്റീവ് ചാർജും വന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അലൈൽ കാർബൺ 1 ചെയ്തേ, ഡബിൾ ബോണ്ടിന് അടുത്തുള്ള കാർബൺ ഇതല്ലേ 1, ഈ കാർബൺ ആണ് കേട്ടോ 1 2 3, സൾഫറിന് 1, ഇത് 2, ഇത് ഏതാ 2 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് അല്ലേ? ഒരു ഹെട്രോ ആറ്റം ഉണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ളത്, നെഗറ്റീവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആളും ഉണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു, ബോണ്ട് ഇവർക്ക് കൊടുത്തു, ദെൻ അപ്പോ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ തേർഡ് പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വന്നു, ആ പോസിറ്റീവ് ചാർജ് നമ്മുടെ കാർബീനിൽ വന്ന് ഫോം എന്താ CH2 ഒന്നിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എങ്ങനെയാണെന്ന്? സൾഫറിനോടുള്ള ആ ബോണ്ട്, സൾഫർ കാർബൺ 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു, സൾഫറിന് അപ്പോ ഇലക്ട്രോൺസ് കിട്ടി, ദെൻ നമ്മുടെ പൈ ബോണ്ട് 2 1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ദെൻ തേർഡ് പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വന്നു, അപ്പോ അവിടെ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കാർബീനിലെ നെഗറ്റീവ് ചാർജിലോട്ട് വരും. നമ്മുടെ കാർബീനുമായിട്ടുള്ള ആ ഒരു ലിങ്ക് ഇനി ആർക്കാണ്? തേർഡ് പൊസിഷനിലാണ് കാർബീനുമായിട്ടുള്ള ലിങ്ക് വരിക. ഓക്കെ, ദെൻ ഇവിടെയും സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ സൾഫർ ഏതായിരുന്നു? ഡാഷിലായിരുന്നു കിടന്നിരുന്നത്, അപ്പൊ ആ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. ദെൻ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ഇത് ഡാഷ് പൊസിഷനിലായിരിക്കും. സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ നമ്മുടെ കാർബീനിൽ ആരുണ്ട്? സൾഫർ ഉണ്ട്. സൾഫർ ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരുന്നത്? ഫീനൈൽ ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് 2 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഇനി നമ്മൾ ജനറലൈസ് ചെയ്ത 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കാം. നമ്മൾ നേരത്തെ 1 5 ഡൈന്റെ കേസ് മാത്രമല്ലേ പറഞ്ഞത്? ഇനി ജനറൽ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റില് ഇത് ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ. ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളപ്പോൾ ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? ഇവിടെ എങ്ങനെയാണ്? 1 2 3 1 2 3. ഓക്കെ, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, നമുക്ക് കിട്ടേണ്ടത് ഇതാ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ ഇവിടെയും. നമ്മുടെ ഈ ആറിന്റെ എന്തറിയണം? സ്റ്റീരിയോ കെമിസ്ട്രി അറിയണം. ഇത് ഇങ്ങനെയാണോ അതോ ഇത് ഇങ്ങനെയാണോ? ഡബിൾ ബോണ്ടുമായിട്ടാണ് സിസ് ആണോ അതോ ട്രാൻസ് ആണോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചെയർ ഫോമിലുള്ളത് വരച്ചു നോക്കുക. ഓക്കെ, ചെയർ ഫോമിൽ ഞാൻ എന്താണ് പറഞ്ഞത്? അപ്പിലാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഒറ്റ സബ്സ്റ്റിറ്റ്യൂവന്റ് അല്ലേ ഉള്ളൂ, അപ്പൊ വെഡ്ജ് ഡാഷ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും എന്താണ് റിപ്പൾഷൻ കുറവുള്ള ഒരു പൊസിഷൻ. അപ്പൊ ഇവർ ഏത് പൊസിഷനിലാണ്? ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്തു. ഓക്കെ, ഇങ്ങനൊരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോ ഇവിടെ ബോണ്ട് ദെൻ ഓക്കെ ഇങ്ങനെ വരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും എന്താ ഇത് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുമ്പോ നമ്മളിപ്പോ ഈ ചെയർ ഫോമിൽ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇത് വരുന്നു. ദെൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ട്രാൻസ് പൊസിഷനിലാണ് ആർ ഗ്രൂപ്പ് വരേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇത് വരയ്ക്കാതെ തന്നെ ഒറ്റ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ വരയ്ക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കി പറയാലോ. നോക്കാം, ഇത് തമ്മിൽ എന്താണ്? ട്രാൻസ് അല്ലേ? ട്രാൻസ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വരിക? ട്രാൻസ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഡബിൾ ബോണ്ടുമായിട്ട് ട്രാൻസ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, ഒരു സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ. ഇനി രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോ എന്താണ് കേസ്? നോക്കാം. ഓക്കെ, രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന കേസ് നമുക്ക് നോക്കാം. രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് രണ്ടും ട്രാൻസ് പൊസിഷനിലുമാണ്. ഓക്കെ, രണ്ടുപേരും ട്രാൻസ് പൊസിഷനിലാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുമ്പോ ഇവര് നമ്മള് സോറി ഇവർ രണ്ടുപേരും എന്തായിട്ട് വരയ്ക്കണം? ട്രാൻസ് ആയിട്ട് വരയ്ക്കണം. ഒരാള് ആർ ഉള്ളിലോട്ടാണെങ്കിൽ ഒരാള് ആർ പുറത്തോട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വേണം നമ്മുടെ ആർ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അതായത് സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ രണ്ടുപേരും സിസ് ആയിട്ടായിരുന്നു ഉള്ളതെങ്കിലോ നമ്മുടെ ഒരാള് ആറ് ഒരാൾ ഇങ്ങനെയാണെങ്കിലോ നമ്മുടെ പ്രൊഡക്റ്റിൽ എങ്ങനെ വരും? രണ്ടുപേരും സിസ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും കൂടെ നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് കുറച്ച് എന്താ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ക്ലാസ്. ഓക്കെ, താങ്ക് യു.